ഖുർആൻ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു മതഗ്രന്ഥമാണ്. ഹൈക്കൽ എഴുതിയ മലയാള തർജ്ജമ, അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് അല്ല അറബിക് വേർഷന് മലയാളത്തിലുള്ള തർജ്ജമ, അത് ആർത്തിയോടുകൂടി വായിച്ച ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഞാൻ ദുബൈയിൽ പോയ സമയത്ത് ഇവിടെ ഈ പുസ്തകം ഈ പതിപ്പ് ഉണ്ടാവില്ല, ഇവിടെയുള്ള ഈ വക്കീൽ നോട്ടീസ് അയച്ച ആളുടെ കയ്യിലുണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ മലയാള പരിഭാഷ ഇതെനിക്ക് തന്നിട്ടുള്ളത് OV മുസ്തഫ അഡ്വക്കേറ്റും അദ്ദേഹത്തിൻ്റെ ഭാര്യ അൽമനയും, തലശ്ശേരിയിലെ എൻ്റെ സുഹൃത്തുക്കളാണ്. ഹദീസുകളെ സംബന്ധിച്ചും ഖുർആനെ സംബന്ധിച്ചുള്ള എൻ്റെ താല്പര്യം അവർക്കറിയാം. അപ്പോൾ ഇത് വായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഈ ഡീഫൈമേഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ശിക്ഷിച്ച് ജയിലാക്കുകയാണെങ്കിൽ ആദ്യത്തെ എൻ്റെ കടമ ഇത് വായിച്ചു തീർക്കുക എന്നുള്ളതായി. ഇതിൽ കൃത്യമായി മുനാഫിക്കുകളെ പറ്റി പറയുന്നുണ്ട്, കപട വിശ്വാസികളെ സംബന്ധിച്ച്. ഞാനൊരു കപട വിശ്വാസിയല്ല, തൊഴിലാളി വർഗത്തോട് കൂറുള്ള ഒരു വിശ്വാസി, തൊഴിലാളി വർഗത്തോട് ഈമാനുള്ള ഒരു കമ്മ്യൂണിസ്റ്റാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ കപടത്തരയില്ല. തൊഴിലാളി വർഗത്തോടുള്ള കൂറും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള വിശ്വാസ്യതയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അധികാരം കിട്ടിയ സമയത്തും എല്ലാതപ്പോഴും ജനങ്ങളോടൊപ്പം തന്നെ നിന്നതാണ്. എൻ്റെ മണ്ഡലത്തിൽ ഞാൻ ശ്രദ്ധിച്ചതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള നാദാപുരം മണ്ഡലം, പ്രത്യേകിച്ച് തൂണേരി നാദാപുരം പഞ്ചായത്തുകളിൽ ഒരു ഗവൺമെൻറ്റിനും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. 3 ഹൈഡൽ പദ്ധതികൾ അവിടെ യാഥാർത്ഥ്യമാക്കി. ഒരു ഇലക്ട്രിസിറ്റി ഡിവിഷൻ കല്ലാച്ചിയിൽ യാഥാർത്ഥ്യമാക്കി. കേരളത്തിൽ ആദ്യമായി ഞാൻ എൻ്റെ തൂണേരി പഞ്ചായത്തിലാണ് ഒരു സെക്ഷൻ ഓഫീസ്, ലീഗിൻ്റെ പഞ്ചായത്താണ്, അവിടെ കൊണ്ടുവന്നത്. ആ ലീഗിൻ്റെ പഞ്ചായത്തിൽ തന്നെ ഒരു ITI കൊണ്ടുവന്നു. വെള്ളൂർ പി രാഘവൻ്റെ പേരിൽ ഒരു സാംസ്കാരിക നിലയം കൊണ്ടുവന്നു. ബേക്കോട് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ അതിമനോഹരമായ ഒരു ബ്രാഞ്ച് നാദാപുരത്ത് ഞാൻ കൊണ്ടുവന്നു. സർവോപരി ഇന്നേ വരെ ആരും ചെയ്യാത്ത മാപ്പിള അക്കാദമി, അതും അവിടെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെയുള്ള മുസ്ലിമായാലും എന്നെ അറിയുന്ന മറ്റിതര പ്രദേശങ്ങളിലെ മുസ്ലിമായാലും ഞാനൊരു മുസ്ലിം വിരുദ്ധനാണ് എന്ന് ചിത്രീകരിക്കുമ്പോൾ ഈ ചരിത്രം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ചുരുക്കി പറയാം, 10 പൈസ എൻ്റെ അടുക്കൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ജമാഅത്തെ കേസിന് കൊടുക്കണ്ട. മരണം വരെ 10 പൈസ ഞാൻ കൊടുക്കില്ല. അത്ര ദാരിദ്ര്യം അവർക്കുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുക്കാം. പൈസ ഇല്ലാത്തൊരു പാർട്ടിയൊന്നല്ല. മാപ്പ് എൻ്റെ ജീവിതത്തിലേ ഉണ്ടാവില്ല ഇക്കാര്യത്തിൽ.